പ്രൈസ് ദി ലോർഡ്. നമ്മൾ റോമാലേഖനമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയുണ്ട്. നമ്മൾ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലെ അതിൻ്റെ എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം. ഈ ഒരു പദപ്രയോഗം നമ്മൾ പല ലേഖനങ്ങളിലും സങ്കീർത്തനങ്ങളിലും എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എഫേസ്യരുടെ ലേഖനത്തിലും അതിൻ്റെ 3-ാമത്തെ അധ്യായത്തില് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ ഇതിനോടനുബന്ധിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എഫേസ്യർക്ക് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ്. എഫേസ്യർ 3:9 ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനുമായി കൃപ ലഭിച്ചിരിക്കുന്നു. ഒരു വചനം നമ്മൾ നിന്റെ വചനത്തിന്റെ പ്രകാശനം പ്രയോജനപ്രദമാകുന്നത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. നമ്മുടെ സങ്കീർത്തനം 119 വായിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിലാണ് ഈ കാര്യം പ്രകാശിക്കേണ്ടത്. 2 Corinthians 3 നമ്മളത് വായിക്കുന്നുണ്ട്. മോശയുടെ ന്യായപ്രമാണം വായിക്കുമ്പോഴൊക്കെ ഈ ഒരു മൂടുപടം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീങ്ങിപ്പോകും. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നമ്മൾ വായിക്കും. നമ്മുടെ ഹൃദയങ്ങളിൽ ഈ വചനം പ്രകാശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ആവശ്യബോധത്തോടെ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പം ലോകത്തിൻ്റെതായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവരോടൊക്കെയുള്ള ബന്ധത്തിൽ നമുക്ക് ഈ സത്യം കാണാനായിട്ട് കഴിയും. അവർ ആ കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ അനന്തരഫലമായിട്ടാണ് ഒരിക്കൽ അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത കിട്ടുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മളോടുള്ള ബന്ധത്തിലും നമുക്ക് ഈ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ എന്തുമാത്രം ദാഹമുണ്ട്, വിശപ്പുണ്ട്, അല്ലെ നമ്മൾ കർത്താവിനോട് ഈ കാര്യത്തിൽ എന്തുമാത്രം ഒരു മൽപ്പിടുത്തത്തിലായിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൽപ്പിടുത്തം എന്ന് പറയുമ്പം ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം യാക്കോബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കർത്താവിനോട് മല്ലു പിടിച്ച് ജയിച്ചെന്ന് പറഞ്ഞ് വേറൊരു ഭാഗത്ത് അവൻ ദൈവത്തിന്റെ ദൂതനോട് കരഞ്ഞപേക്ഷിച്ചെന്ന് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആന്തരിക തലത്തിൽ നിരന്തരമായി ഒരു വിശപ്പും ദാഹവും ഉണ്ടായിരിക്കുകയും നമ്മൾ ദൈവമുമ്പാകെ നിരന്തരമായ ഒരു കരച്ചിലോടുകൂടി ഈ സത്യങ്ങൾ ഗ്രഹിക്കാനായിട്ടൊരു അന്വേഷണത്തിലായിരിക്കുകയും ചെയ്യുന്നിടത്ത് മാത്രമേ ഈ ഒരു പ്രകാശനം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തല പൗലോസിനെ കുറിച്ചൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 28-23 ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവന്റെ പാർപ്പിടത്തിൽ അവന്റെ അടുക്കൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞു. മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാർ രാവിലെ മുതൽ സന്ധ്യ വരെ വിവരിച്ചു. അവരുടെ പ്രതികരണം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. 24 അവൻ പറഞ്ഞത് ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചില്ല. അപ്പൊ സമ്മതിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വിശ്വസിക്കുക എന്നുള്ളതാണ്. ചിലര് വിശ്വസിച്ചില്ല, ചിലര് വിശ്വസിച്ചു. അപ്പം ഈ ഒരു ആന്തരിക ബോധം, അതിനുവേണ്ടിയുള്ളൊരു നിലവിളി നമ്മുടെ ഉള്ളിൽ ആവശ്യമുണ്ട്. സാദൃശ്യവാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ തന്നെയുള്ള ഒരു വചനം വായിക്കുന്നുണ്ട്. സാദൃശ്യവാക്യങ്ങളുടെ പുസ്തകം അതിൻ്റെ 2
1:2 നമ്മൾ വായിക്കുന്നു, ജ്ഞാനവും പ്രബോധനവും പ്രാപിപ്പാനും ഏകവചനങ്ങളെ ഗ്രഹിപ്പാനും പരിജ്ഞാനം, നീതി, നേർ എന്നിവയ്ക്കായി പ്രബോധനം ലഭിപ്പാനും അല്പബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധിയും ബാലന് പരിജ്ഞാനവും വകതിരിവും നൽകുവാനും ജ്ഞാനി കേട്ടിട്ട് വിദ്യാവൃത്തി പ്രാപിപ്പാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിപ്പാനും സദൃശവാക്യങ്ങളും അലങ്കാരവചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടങ്കഥകളും മനസ്സിലാക്കുവാനും ഇവ ഉതകുന്നു. നമുക്കൊരു നിലവിളി ഉണ്ടെങ്കിൽ അവിടെ മാത്രമേ ദൈവം നമ്മുടെ ആ നിലവിളി കേട്ട് നിന്നിട്ട് നമ്മളോട് സംസാരിക്കാനായിട്ട് തുടങ്ങത്തുള്ളൂ. കർത്താവിൻ്റെ ഐഹിക ജീവിതകാലം നമ്മൾ നിരന്തരമായിട്ട് വായിക്കുന്നുണ്ട്. സൗഖ്യത്തിന് വേണ്ടി നിലവിളിക്കുന്ന പലരോടുള്ള ബന്ധത്തിലും നമുക്കത് കാണാനായിട്ട് കഴിയും. ചിലരുടെ നിലവിളി കേട്ട് കർത്താവ് നിന്നും നമ്മൾ വായിക്കുന്നുണ്ട്. അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുകയും അവനടുത്ത് വന്നു ചോദിച്ചാൽ നിനക്ക് എന്ത് ചെയ്തു തരണം, എനിക്ക് കാഴ്ച വേണം. അപ്പൊ ഈ നിലവിളി, ആന്തരികമായ നിലവിളി നിരന്തരമായിട്ട് നമ്മുടെ ഉള്ളിൽ ആവശ്യമുണ്ട്. നമുക്കുള്ള ഒരു പ്രശ്നം, നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പം നമ്മൾ തിരക്കുള്ളൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ഇങ്ങനെ നിലവിളിക്കാനായിട്ട് കഴിയാറില്ല. നമ്മുടെ മനസ്സ് പല കാര്യങ്ങളിലൊക്കെ വ്യാപൃതമായി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ആത്മീയ കാര്യങ്ങളൊക്കെ പലപ്പോഴും മറന്നു പോകാറുണ്ട്. ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, ആന്തരികമായിട്ട് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തോട് നിലവിളിയിലായിരിക്കുകയും ചെയ്യുന്നിടത്താണ് ദൈവം ഈ ഒരു ആന്തരിക ബോധ്യത്തിലേക്ക് നമ്മളെ നടത്തുന്നത്. ഒരു പ്രകാശനം നമ്മുടെ ഉള്ളിൽ വരുന്നു. ആ പ്രകാശനമാണ് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നത്. ആത്മീയമായിട്ട് നമ്മളെ ജ്ഞാനിയാക്കുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ ആന്തരികമായ വെളിപ്പാടിലൂടെയാണ്. നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് പലപ്പോഴും നമുക്ക് ആ വെളിപ്പാട് കിട്ടുന്നത്. നിരന്തരമായിട്ട് അതിനെക്കുറിച്ചുള്ള ധ്യാനത്തിലായിരിക്കുന്ന ഒരു മനുഷ്യന്, സംഗീതം നമ്മളത് വായിക്കുന്നുണ്ട്, നിന്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മൾ ഇതൊരു പോരാട്ടമാണ്. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകാൻ കഴിയാറില്ല. പക്ഷെ ഒരു ബലാത്കാരത്തിന്റെ ആത്മാവിൽ നമ്മൾ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സത്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കാനായിട്ട് തുടങ്ങും. അതാണ് നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമുക്കൊരിക്കലും സ്വാതന്ത്ര്യം നൽകത്തില്ല. പക്ഷെ ഹൃദയങ്ങളിൽ ലഭിക്കുന്ന പ്രകാശനം, ആന്തരികമായിട്ടുള്ള കണ്ണുകൊണ്ടുള്ള ഒരു കാഴ്ച, അതാ നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു കാര്യം. അതുകൊണ്ട് പ്രാഥമികമായിട്ട് ഇത് പറയാനുള്ള ഒരു കാരണം, നമ്മൾ ഈ ഒരു നിലവിളിയിലായിരിക്കുന്നിടത്ത് മാത്രമേ ദൈവത്തിന്റെ വചനങ്ങൾ ദൈവത്തിന് വെളിപ്പെടുത്തി തരാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്ക് ആ നിലയിൽ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കാം. നമ്മൾ 5-ാം അധ്യായമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ 3-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അതുതന്നെയല്ല കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. നമ്മൾ ഈ ഒരു വാക്യം വായിക്കുമ്പോൾ നമുക്കുള്ള കഷ്ടങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നവരാണോ അതോ കഷ്ടങ്ങളിൽ പിറുപിറുക്കുന്നവരാണോ? യഥാർത്ഥത്തിലുള്ള പ്രത്യാശയിലേക്ക് നമ്മൾ എത്താനുള്ള വഴിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ. പലപ്പോഴും നമുക്ക് ബാഹ്യതലത്തിലുള്ള ഒരു പ്രത്യാശയും സന്തോഷമൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഒരു പാട്ടൊക്കെ പാടുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളവരായിട്ട് തീരുന്ന കാണാൻ കഴിയും. പക്ഷെ അത് നിലനിൽക്കുന്ന ഒന്നല്ല. കുറച്ച് കഴിയുമ്പോൾ ആ സന്തോഷമൊക്കെ നഷ്ടപ്പെടും, അല്ലെ സമാധാനം നഷ്ടപ്പെടും. യഥാർത്ഥത്തിലുള്ള ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന വഴിയെക്കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നത്. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും. സിദ്ധത എന്ന് പറയുമ്പം നമ്മുടെ സ്വഭാവത്തിൽ ദൈവം വരുത്തുന്ന ഒരു രൂപാന്തരമാണ്. കഷ്ടം, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ. നമ്മൾ യോബിനോടുള്ള ബന്ധത്തിൽ നമുക്കത് യാക്കോബോസ്തലൻ പറയുന്നുണ്ട്. യോബിനെ വരുത്തിയ കഷ്ടതയും അതിന്റെ അനന്തരഫലമായിട്ട് അവന് ലഭിച്ച നന്മയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഈ കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
ലളിതമായി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് മരിക്കുക എന്നുള്ളതാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സഹോദരനായിട്ട് സംസാരിച്ചപ്പം ഇന്നത്തെ സഭകളുടെ അവസ്ഥയെക്കുറിച്ച് ആ സഹോദരൻ ഇങ്ങനെ വളരെ ഭാരത്തോടെ പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞ ഒരു കാര്യം, ഇതൊന്നും ആരും ചിന്തിക്കുന്നു ശ്രദ്ധിക്കുന്നൊന്നുമില്ല, എല്ലാം ഇങ്ങനെ ഒരു വഴിവിട്ട പോയിക്കൊണ്ടിരിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയാനിടയായി തീർന്നു. പക്ഷെ ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആ ഒരു കാര്യം നമ്മൾ കണ്ടതിന് ശേഷവും നമ്മളൊരു കഷ്ടതയെ കൂടെ കടന്നുകൊണ്ടൊരു ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു എരിവും വിമർശന മനോഭാവവും ഒരസ്വസ്ഥതയും നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തി ദൈവത്തിന് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അപ്പം യഥാർത്ഥത്തിൽ ദൈവം നമ്മളെ നടത്തുമ്പം ദൈവ വഴിയിലാണ് നടത്താൻ ആഗ്രഹിക്കുന്നത്. മത്തായി 18 വലിയ ഒരു കടം ഇളച്ചു കൊടുത്ത മനുഷ്യൻ ചെറിയ കടക്കാരനെ തൊണ്ടയ്ക്ക് പിടിച്ച് നമ്മൾ വായിക്കുന്നത്. ഇത് കണ്ടു നിൽക്കുന്ന കുറെ കൂട്ടുദാസന്മാരുണ്ടായിരുന്നു. അവര് ചെയ്തൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. അവര് യജമാനനെ അത് പോയി അറിയിച്ചു. ഞാനിങ്ങനെ ചിന്തിച്ച്, ഈ കൂട്ടുദാസന്മാരെ കൂടെ കൂടി ഈ ക്ഷമിക്കാത്ത മനുഷ്യനെ കയറി കുങ്ങായിക്ക് പിടിക്കുകയോ പ്രശ്നം ഉണ്ടാക്കുകയൊന്നും ചെയ്തില്ല. അവര് നേരെ യജമാന്റെ അടുക്കിലേക്കാണ് പോയത്. അപ്പൊ നമ്മളും പലപ്പോഴും ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളും കാണുമ്പോൾ നമ്മളിൽ തന്നെയുള്ളൊരു നീതിയും ഒരു അസ്വസ്ഥതയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത് നമ്മളെ ആ കാര്യത്തിൽ തലയിടാൻ പ്രേരിപ്പിക്കും. അത് നമ്മളെ കൂടുതൽ അപകടങ്ങളിലേക്ക് നയിക്കത്തേ ഉള്ളൂ. അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ അതുമായിട്ട് ആരുടെ അടുക്കലാണ് പോകണ്ടേ? കർത്താവിൻ്റെ അടുക്കൽ. സങ്കീർത്തനക്കാരൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇനിയും എനിക്ക് ദുഷ്ടന്മാരെ കുറിച്ച് പ്രാർത്ഥനയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കാൻ തയ്യാറല്ല. ഞാൻ ദൈവത്തോട് ഈ കാര്യങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മൾ ആ കഷ്ടം സഹിക്കുകയാണെങ്കിൽ അത് നമ്മളെ ആന്തരികമായ ഒരു സഹിഷ്ണുതയിലേക്ക് നയിക്കും. ഇപ്പൊ 1 പത്രോസ് 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നാമും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവന് സംഭവിക്കുന്ന ഒരു കാര്യം പറഞ്ഞിരിക്കുന്ന, ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം മനുഷ്യരുടെ മുഖങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിന് അത്ര ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു, പാപത്തിൽ സ്വതന്ത്രനായിരിക്കുന്നു. ഈ കഷ്ടം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നൊരു കാര്യം, നമ്മൾ കഷ്ടം സഹിക്കുമ്പോൾ അത് പാപത്തിൽ നിന്ന്, അല്ലെ നമുക്ക് വേണേൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കും. നമുക്ക് അതിനകത്ത് കയറി തലയിടാനുള്ള ആഗ്രഹത്തിൽ നിന്നും ആ നിലയിലുള്ള എല്ലാ നമ്മളിൽ തന്നെ വരുന്ന ഉയർച്ചകളാണ്. നമ്മുടെ എല്ലാം ഉള്ളിൽ അങ്ങനത്തെ ഒരു പ്രവണതയുണ്ട്. ദൈവീക കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത് സഭ ദൈവത്തിൻ്റെതാണെന്ന് നമ്മൾ മറന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഞാൻ അതിനകത്ത് കയറി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താലേ ഇത് ശരിയാവുള്ളൂ. നമുക്കറിയാം ഉസ്സയുടെ അനുഭവം നമുക്കറിയാം, അല്ലെ? ഉസ്സയും നല്ല ഒരു ഉദ്ദേശത്തോടെ ആ കാര്യം ചെയ്ത് പെട്ടകം മറിയാൻ പോയപ്പം അതിനെ താങ്ങാൻ ശ്രമിച്ചതിനകത്ത് മാനുഷിക രീതിയിൽ പറഞ്ഞ 100% നല്ല ഉദ്ദേശമായിരുന്നു. പക്ഷേ ഉസ്സ മരിച്ചെന്ന് നമ്മൾ വായിക്കുന്നു. അപ്പൊ ഉസ്സ മറന്നുപോയൊരു കാര്യം, ഈ പെട്ടകത്തിൽ ഇരിക്കുന്നത് സർവശക്തനായ ദൈവമാണെന്നുള്ള കാര്യം മറന്നുപോയി. അത് വീഴാതെ സൂക്ഷിക്കാനുള്ള കഴിവ് കർത്താവിനുണ്ടെന്നുള്ള കാര്യം മറന്നിട്ട് സ്വയത്തിൽ നിന്ന് ചാടി, ഇല്ലേ? നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ ശോധന ചെയ്യാണ്. അപ്പൊ ഈ സത്യങ്ങൾ നമ്മളെ കാണിക്കാനായിട്ടാണ് നമ്മളെ കഷ്ടങ്ങളിലൂടെ കടത്തിവിടുന്നത്. നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ടോ എന്നുള്ളത് 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തില് അപ്പോസ്തലൻ ഈ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ 2 കൊരിന്ത്യർ 2 കൊരിന്ത്യർക്ക് ലേഖനം അതിന്റെ 6-ാം അധ്യായമല്ല 4-ാം അധ്യായത്തില് അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ താൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല,
ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണു കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്തിയ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കേണ്ട ഒരു കാര്യം ഇതാണ്: നമ്മളിലൊരു മരണം സംഭവിക്കണം. അതിന്റെ അനന്തരഫലമാണ് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അതിന്റെ മൂന്നാമത്തെ വാക്യത്തിന്റെ രണ്ടാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ മൂന്നാം വാക്യത്തിന്റെ അവസാന ഭാഗത്തും സഹിഷ്ണുതയും സഹിഷ്ണുസിദ്ധതയും സിദ്ധ പ്രത്യാശ ഉളവാക്കുന്നതെന്ന് പറഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. അപ്പൊ കഷ്ടങ്ങളിൽ പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കഷ്ടങ്ങളില് പ്രശംസിക്കുന്ന ഒരു മനോഭാവമുള്ളവരാണോ? അതോ നമ്മൾ കഷ്ടതയെക്കുറിച്ച് പിറുപിറുക്കുകയും പരാതി പറയുകയും കഷ്ടതയെ ഒഴിഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണോ? നമ്മുടെ എല്ലാം ആത്മീയ ജീവിതത്തിൽ ഈ കഷ്ടതയുടെ വഴിയിൽ കൂടിയാണ് നമ്മൾ തികഞ്ഞവരായിത്തീരുന്നത്. ഇപ്പം പലപ്പോഴും കുടുംബജീവിതത്തില് ഭാര്യയും ഭർത്താവും ഇങ്ങനെ കഷ്ടം സഹിക്കേണ്ടി വരും അല്ലെ? പല കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മളിൽ തന്നെ ഒരു എരിവ് വരുമ്പോൾ നമ്മൾ ആ എരിവിന് മരിക്കുന്നവരായി തീർന്നെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പ്രത്യാശയിൽ നമുക്ക് വർദ്ധിച്ചു വരാനായിട്ട് കഴിയത്തുള്ളൂ. പക്ഷെ അവിടെ നമ്മൾ ആ സ്വന്തം ഇഷ്ടത്തിന് മരിക്കുന്നില്ലെങ്കിൽ, സ്വന്തം എരിവിന് മരിക്കുന്നില്ലെങ്കിൽ ദൈവിക ജീവൻ നമ്മളിൽ വെളിപ്പെട്ട് വരത്തില്ല. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ നമ്മളെ ഈ കഷ്ടങ്ങളിലൂടെ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ എബ്രായലേഖനത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട്. അവൻ അനേകം സഹോദരന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവർ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അപ്പൊ കർത്താവിന്റെ ജീവിതത്തിൽ നമുക്കറിയാം, ആരംഭം മുതൽ അവസാനം വരെ നിരന്തരമായിട്ട് ഇങ്ങനെ ഒരു കഷ്ടങ്ങളിലൂടെ കടന്നുപോയത്. അപമാനത്തിന്റെയും നിന്ദയുടെയും പഴിയുടെയും ദുഷിയുടെയും തെറ്റിദ്ധാരണയുടെയും. പക്ഷെ അവിടെ ഒന്നും കർത്താവ് തന്നെത്താൻ ന്യായീകരിക്കുകയോ നീതീകരിക്കുകയോ ചെയ്യുന്നില്ലായിരുന്നു. കർത്താവ് പരീശന്മാരോടൊക്കെ പറഞ്ഞ്, നിങ്ങൾ മനുഷ്യ ഉപായം നിങ്ങളെ തന്നെ ന്യായീകരിക്കുന്നവരാണ്. നമുക്കറിയാം, നമ്മള് ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിന് അനുഭവിക്കേണ്ടുന്ന ഒരു കാര്യം നമുക്കറിയാം. കർത്താവിനെ കുറിച്ച് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതെന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇവൻ മറിയയുടെ മകനാണ്. ഇതിന്റെ അർത്ഥം ഇവന്റെ പിതാവ് ആരാണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഒരിക്കൽ പോലും കർത്താവ് ആ കാര്യത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചില്ല. അതങ്ങനെ തന്നെ വിട്ടേച്ചു. മറിയയുടെ മകനെന്ന് വിളിക്കുമ്പോൾ താൻ അതിനെ അവഗണിച്ചു. താനൊരു കഷ്ടം അനുഭവിക്കുന്നുണ്ട് അവിടെ. പക്ഷെ അതിന്റെ അനന്തരഫലം എന്തായിരുന്നു? കൂടുതൽ 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 തികഞ്ഞവരായി തീരുന്ന ഒരു പ്രക്രിയയായിരുന്നു. അപ്പം സൗരസന്മാരെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് നമ്മളിത് കണ്ടെത്തേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെങ്കിലും പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിത് മറന്നു പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പം ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നമ്മൾ പലപ്പോഴും നേരിടുന്ന ഒരു കാര്യം, ചിലപ്പം സഹോദരന്മാരെ കുറ്റമൊക്കെ പറയും. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു മരണം സംഭവിക്കുന്നുണ്ട്. നമ്മളെ തന്നെ ന്യായീകരിക്കാനുള്ള ആഗ്രഹത്തിന്, നമ്മളെ തന്നെ നീതീകരിക്കാനുള്ള ആഗ്രഹത്തിന്. ഒന്ന് മരിക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അതോ നമ്മൾ നമ്മളെ തന്നെ ന്യായീകരിക്കുകയും നീതീകരിക്കുകയും അതിന്റെ അനന്തരഫലമായിട്ട് ഒരു തർക്കത്തിലേക്ക് കടന്നു പോവുകയും അസമാധാനത്തിലേക്ക് കടന്നു പോവുകയും ചെയ്യുകയാണോ? അതോ അവിടെ നമ്മളൊരു മരണം മരിക്കുകയാണോ ചെയ്യുന്നത്? അവിടെ ന്യായീകരിക്കാനുള്ള ആഗ്രഹത്തിന് നമ്മൾ മരിക്കുന്നിടത്ത്, മറുപടി പറയാനുള്ള ആഗ്രഹത്തിന് മരിക്കുന്നിടത്ത്, നമ്മളത് നിശബ്ദത പാലിക്കുന്നിടത്ത് നമ്മൾ സംഭവിക്കുന്ന ഒരു വലിയ വിശാലതയിലേക്ക് നമ്മുടെ ഹൃദയം കടന്നുകൊണ്ടേയിരിക്കും. ഞങ്ങൾ കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. അപ്പൊ ഈ കഷ്ടത സഹിച്ചോണ്ട് തന്നെ നമ്മൾ വിശാലതയിലാണ് നടക്കുന്നത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, നമുക്ക് അവരോടുള്ള പ്രതികരണത്തിൽ നമ്മൾ സ്നേഹശൂന്യമായ വാക്കുകളോ മനോഭാവങ്ങളോ ഇല്ലാതെ സ്നേഹത്തിൽ തന്നെ നമുക്ക് അവരോട് ഒപ്പം ചേർന്ന് നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ കഷ്ടത നമ്മുടെ ഉള്ളിൽ ഒരു സിദ്ധതയിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട്. സഹിഷ്ണുതയിലേക്കും സിദ്ധതയിലേക്കും നയിക്കുന്നുണ്ട്. ആ നിലയിൽ നമ്മുടെ ഉള്ളിൽ ഒരു വളർച്ച നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ സത്യങ്ങളെ കുറിച്ചുള്ള ഒരു ആന്തരിക അറിവുള്ളവർ അല്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അവിടെ മൂന്നാം വാക്യത്തിന്റെ അവസാനം നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. തുടർന്ന് നമ്മളിങ്ങനെ ദൈവത്തിന്റെ സ്നേഹം
നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ദൈവത്തോടുള്ള സ്നേഹവും മറ്റുള്ളവരോടുള്ള സ്നേഹവും ദൈവത്തിന്റെ ആത്മാവ് തന്നെ നമ്മുടെ ഉള്ളില് പകരുന്നത്. ആ സ്നേഹത്തിന്റെ ഉദ്ദേശം എന്താ? ദീർഘമായി ക്ഷമിക്കാൻ, ദയ കാണിക്കാൻ, ദോഷം കണക്കിടാതിരിക്കാൻ, എല്ലാം വിശ്വസിക്കാൻ, എല്ലാം പ്രത്യാശിക്കാൻ, എല്ലാം സഹിക്കാൻ. അതിനൊക്കെയാണ് ഈ സ്നേഹം നമ്മളെ സഹായിക്കുന്നത്. അപ്പം അത് നമ്മളിൽ തന്നെയുള്ളൊരു കാര്യമല്ല. നമ്മളെപ്പോഴും മനുഷ്യന്റെ പ്രത്യേകത എപ്പോഴും കഷ്ടങ്ങൾ ഒഴിഞ്ഞിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു, ഞെരുക്കങ്ങളല്ല അവൻ ആഗ്രഹിക്കുന്നത്. അവന് വിശാലതയും കഷ്ടങ്ങളില്ലാത്തൊരു വഴിയും അവൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമുക്ക് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന വാതിലും വഴിയും ഇടുക്കവും ഞെരുക്കവും ഉള്ളതാണ്. പക്ഷെ അതിലൂടെ നമ്മൾ സഞ്ചരിക്കുക വഴി സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ആന്തരിക തലത്തിൽ നമ്മൾ വീതിയും വിശാലതയുള്ളവരായിത്തീരും. ഉള്ളിൽ നമ്മളോട് വിയോജിക്കുന്നവരെ ഉൾക്കൊള്ളാനും, നമ്മളെ എതിർക്കുന്നവരെ നമുക്ക് സഹിഷ്ണുതയോടെ ഇടപെടാനും, വഹിക്കുന്നവരെ സ്നേഹിക്കാനും ഒക്കെ കഴിയുന്ന ഒരു ആന്തരിക വിശാലത നമ്മുടെ ഉള്ളില് സംഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഈ ഇടുക്കത്തിലൂടെ നടക്കുന്ന, അല്ലെ ഇടുക്കമുള്ള വഴിയും ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴിയിലൂടെ നടക്കുന്നതിന് അനന്തരഫലമായി നമ്മൾ ആന്തരികമായിട്ട് വിശാലതയുള്ളവരായിരിക്കും. ഈ കഷ്ടങ്ങളുടെ വഴിയിലൂടെയാണ് നമ്മളെ ദൈവം ആ നിലയിൽ പണിയാനായിട്ട് ഇടയായി തീർന്നിരിക്കുന്നത്. 6-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്ന, ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്ന ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷെ മരിപ്പാൻ തുര്യമായിരിക്കും. നമുക്കതറിയാം, ഒരു പൂർണ്ണ നീതിമാനായ ഒരു മനുഷ്യനെ ആർക്കും തന്നെ ഇഷ്ടമല്ല. പക്ഷെ ഒരു ഗുണവാനോടുള്ള ബന്ധത്തിൽ എല്ലാവർക്കും ഇഷ്ടമാണ്, അല്ലെ? നമ്മൾ ആരെയും തിരുത്തുകയല്ല. ഇപ്പം ഒരു കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ നോക്കിയാൽ നമുക്കതറിയാം. അവരെ വഴക്ക് പറയുകയോ അടിക്കുകയോ തിരുത്തുകയോ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ, അപ്പന ഒന്നും ചെയ്യാത്തെങ്കിൽ അപ്പനോട് അവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പൊ അമ്മ വഴക്ക് പറയുകയും തിരുത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അമ്മയോട് അത്ര ഇഷ്ടം കാണത്തില്ല. ഇവിടെ പറയുന്നത്, ഗുണവാന് വേണ്ടി ആരെങ്കിലുമൊക്കെ മരിക്കുവാൻ തുനിയുമായിരിക്കും. പക്ഷെ ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മളെ സ്നേഹിച്ചു എന്നുള്ളതാണ് നമ്മളെ ധൈര്യപ്പെടുത്തേണ്ട ഒരു കാര്യം. പാപി ആയിരിക്കുമ്പോൾ തന്നെ എന്നെ സ്നേഹിച്ചെങ്കിൽ ഞാൻ ദൈവമായിട്ടൊരു നിരപ്പിലേക്ക് വന്നതിന് ശേഷം എൻ്റെ ഉള്ളിൽ എന്താ, എന്നിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ദൈവത്തിന്റെ സ്നേഹം അളവില്ലാതെ ഞാൻ അനുഭവിക്കാൻ തുടങ്ങും. ഇതൊരു സത്യമാണത്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലൊരു ഒരു പ്രകാശമായിട്ട് അത് വരേണ്ട ഒരു ആവശ്യമുണ്ട്. ഞാൻ ദൈവത്തിന്റെ ശത്രുവായിരുന്നപ്പം, ദൈവത്തിനെതിരായിരുന്നപ്പം ദൈവം എന്നെ സ്നേഹിച്ചു. തുടർന്ന് താഴോട്ട് പറയുന്നൊരു കാര്യം, അവന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കും. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ കൈക്കൊള്ളുകയും നമ്മളോട് ക്ഷമിക്കുകയും ചെയ്തെങ്കിൽ, നാം മക്കളായി തീർന്നതിന് ശേഷം എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. തുടർന്ന് അതിനെ വിശദീകരിച്ച് പറയുമ്പോൾ 10-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നത്, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ, 5:1 നമ്മളതാ വായിച്ചത്, വിശ്വാസാൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പൊ ശത്രു ആയിരിക്കുമ്പോൾ തന്നെ തന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ, നിരന്ന ശേഷം നമ്മ അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. നമ്മുടെ ഒന്നാമത്തെ ഘട്ടം, നമ്മുടെ രക്ഷ സംഭവിച്ചത് 9-ാം വാക്യത്തിലാണ് പറയുന്നത്, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ വിശദീകരിക്കുമ്പോൾ രണ്ടാമത് ആ രക്ഷ നമുക്ക് ലഭിച്ചത് അവന്റെ രക്തമുഖാന്തരമാണ്. യേശു ക്രിസ്തുവിന്റെ പാപചിത്ത മരണത്തിന്റെ, പ്രായശ്ചിത്ത മരണത്തിന്റെ അനന്തരഫലമായിട്ടാണ് പിതാവുമായിട്ട് നമുക്ക് സമാധാനം ഉണ്ടായത് നമ്മുടെ കൈക്കൊണ്ട്. നാം ഇനി രണ്ടാമത്തെ ഘട്ടം പറയുമ്പോൾ നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. നമ്മൾ ഈ ഒരു സത്യം കണ്ടെത്താറുണ്ടോ? ഇപ്പൊ നമ്മളെ കൂടുതൽ ഈ വിശുദ്ധിയിലേക്ക് നടത്തുന്നത് ദൈവത്തിന്റെ ജീവനാണ്. യേശുവിന്റെ മരണത്താൽ, രക്തത്താൽ നമുക്ക്
നീതീകരണം വന്നുവെങ്കിൽ നിരന്ന ശേഷമോ നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അപ്പൊ ജീവനാൽ നമ്മൾ എങ്ങനെ രക്ഷിക്കപ്പെടുന്നത്? നമുക്കറിയാം ദൈവിക ജീവനാണ് നമ്മളെ കൂടുതൽ കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യം. നാം ഏത് അളവിൽ നമ്മുടെ ജീവനെ ഉപേക്ഷിക്കുന്നു, സ്വന്തം ജീവനെ പകയ്ക്കുന്നു, ആ അളവിലാണ് ദൈവിക ജീവൻ നമ്മുടെ ഉള്ളില് വ്യാപരിക്കാനായിട്ട് തുടങ്ങുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തില് നമ്മൾ ഇങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്. ഇതിന്റെ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അതിന്റെ 13-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗത്താണ് ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പം നമ്മുടെ സ്വന്തം ജീവനെ മരണത്തിന് ഏൽപ്പിക്കുന്നിടത്താണ് ദൈവിക ജീവൻ നമ്മളെ ദൈവിക ജീവനിലേക്ക് നടത്താനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പൊ നാം ഈ ദൈവിക ശക്തിയില് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് റോമർ 12:1 നമ്മൾ വായിക്കുന്ന പോലെ ഒരു ബലിയായി, യാഗമായി നമ്മുടെ അവയവങ്ങളെ സമർപ്പിക്കുന്നിടത്താണ് ഈ ദൈവിക ജീവൻ നമ്മളിൽ വർദ്ധിച്ചു വരാനായിട്ട് ഇടയായിത്തീരുന്നത്. ദൈവം വെച്ചിരിക്കുന്ന വഴിയെന്ന് പറയുന്നത് നമ്മൾ ദൈവിക കൃപയിലും ദൈവശക്തിയിലും ദൈവിക ജീവനിലും ആശ്രയിച്ചിട്ട് വേണം പാപത്തെ ജയിക്കാൻ. പക്ഷെ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു പരാജയം, നാം സ്വന്തം ശക്തി കൊണ്ട് ശ്രമിക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴും അബ്രഹാമിന്റെ ജീവിതത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ദൈവവാഗ്ദത്തം കിട്ടിയതിന് ശേഷവും സാറയുടെ ഉപദേശം കേട്ട് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് ഒരു ഇസ്മായിലിനെ അവൻ ജനിപ്പിച്ചു. സ്വന്തം ശക്തിയിൽ വന്നു എന്നായിരുന്നു. കാരണം ആ സമയത്തും അവന് പുത്രോത്പാദനത്തിനുള്ള ശക്തി ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ നമ്മളും പലപ്പോഴും പരാജയപ്പെടുന്ന ഈ ഒരു വഴിയിലാണ്. നമ്മൾ സ്വന്തം ശക്തി കൊണ്ട് ശ്രമിക്കും, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഫലത്തിൽ നമ്മൾ പലപ്പോഴും തൃപ്തരായിരിക്കും. അബ്രഹാമിനെ ഇസ്ഹാക്കിനെ കിട്ടിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, രണ്ടുപേരുടെയും ശക്തി ക്ഷയിച്ച് സ്വാഭാവികമായിട്ട് അവർക്ക് തന്നെ ഒരു കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവില്ലാതായി തീർന്ന് അവര് ദൈവിക വാഗ്ദത്തങ്ങളിൽ ഊന്നുകയും ആശ്രയിക്കുകയും ചെയ്യുന്നതിന്റെ അനന്തര ഫലമായിട്ടാണ് അവർക്കൊരു കുഞ്ഞിനെ കിട്ടിയത്. നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ വായിക്കുന്നത്, അബ്രഹാം തന്റെ ശരീരത്തിന്റെ നിർജീവാവസ്ഥയും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവാവസ്ഥയും ഗ്രഹിച്ചിട്ടും അവിശ്വാസാൽ സംശയിക്കാതെ വിശ്വാസാൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അതുകൊണ്ട് അവന് സന്തതി ജനിച്ചെന്ന. നമ്മൾ പലപ്പോഴും പരീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യം, നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് ഈ ക്രിസ്തുജീവൻ നയിക്കാനുള്ള ഒരു പരീക്ഷ എപ്പോഴും നമുക്കുണ്ട്. നമ്മുടെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും അറിവ് കൊണ്ടും ഒക്കെ ഈ ക്രിസ്തുജീവൻ നയിക്കാൻ നമ്മൾ ശ്രമിക്കും. പക്ഷെ അതെപ്പോഴും ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു ഇസ്മായിലിനെയാണ്. ജഡത്തിന്റെ, ഇസ്മായിലിനെ കുറിച്ച് ജഡപ്രകാരമുള്ള സന്തതി എന്നാണ് പറയുന്നത്, നമ്മളെ കുറിച്ച് ആത്മപ്രകാരമുള്ള സന്തതി. കാരണം നമ്മൾ ആത്മാവാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. പക്ഷെ ഇസ്മായിലിന്റെ ജനനം ജഡത്തിന്റെ ശക്തി കൊണ്ടുള്ള ഒന്നായിരുന്നു. ഒരിക്കൽ ദൈവത്തോട് അബ്രഹാം പറഞ്ഞു, ഇനി ഒരു ഇസ്ഹാക്ക് എനിക്ക് വേണ്ട, ഇസ്മായിൽ എൻ്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി. പലപ്പോഴും നമ്മളും ആ ഒരു പരീക്ഷയിലൂടെ കടന്നു പോകാറുണ്ട്. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമ്മൾ റോമാലേഖനം ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയുന്ന പോലെ ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വന്തം നീതിയല്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പോരാട്ടത്തിലൂടെ നമ്മൾ പ്രാപിക്കുന്ന ഒരു നീതിയും ഒരു വിശുദ്ധിയും ഒക്കെ ഉണ്ട്. പക്ഷെ ദൈവം അതിനെ അംഗീകരിക്കുന്നില്ല. കാരണം മനുഷ്യന്റെ ശക്തി കൊണ്ട് ഉളവാകുന്ന ഒന്നും ദൈവം സ്വീകരിക്കുന്നില്ല. റോമാലേഖനത്തിലെ 10-ാം അധ്യായത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനൊരു വാക്യമുണ്ട്, അതിന്റെ അവസാനത്തെ 11-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് 36-ാം വാക്യം, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നില്ല, അവനെന്നേക്കും മഹത്വമാവേൻ. അപ്പൊ ഇങ്ങനത്തെ ഒന്ന് ഉരുത്തിരിഞ്ഞ് വരേണ്ടത് നമ്മുടെ ശക്തിയിൽ നിന്നല്ല, ദൈവശക്തിയിൽ നമ്മൾ ആശ്രയിച്ചിട്ടാണ്. കൃപയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ
പ്രവൃത്തികളെല്ലാം ചെയ്യുന്നു. കൊരിന്ത്യർ ലേഖനത്തില് 6-ാം അധ്യായത്തില് അപ്പോസ്തലന്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ വ്യർത്ഥമായി തീരരുത് എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുതെന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഗലാത്യ ലേഖനത്തില് അപ്പോസ്തലൻ എഴുതുമ്പോൾ അവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ഞങ്ങളോ ഗലാത്യ ലേഖനം 3-ാം അധ്യായം 5-ാം അധ്യായം അതിന്റെ 4-ഉം 5-ഉം വാക്യങ്ങളാണ്. ന്യായപ്രമാണത്താൽ നീതിയിരിപ്പിച്ചിരിക്കുന്നവരെ നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. അബ്രഹാം അങ്ങനെ കാത്തിരുന്നു. എനിക്ക് ദൈവത്തിന്റെ ശക്തി കൊണ്ട് ദൈവം എൻ്റെ ഉള്ളിൽ സാറയുടെ ഗർഭപാത്രത്തിന്റെ കുഞ്ഞിനെ ഉളവാക്കും. അതുകൊണ്ട് അവൻ ചെയ്തൊരു കാര്യം, അവൻ കാത്തിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ വഴി നമ്മൾ നടക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാത്തിരിപ്പിലായിരിക്കുന്നു. നമ്മൾ ആശ്രയിക്കുന്ന ദൈവ വാഗ്ദത്തങ്ങളിലാണ്. അതുകൊണ്ടാണ് 2 പത്രോസിൽ പറഞ്ഞിരിക്കുന്ന, ഈ വാഗ്ദത്തങ്ങളാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടുകാരെ തീരെ ഇടവരും. നമ്മൾ കാത്തിരിക്കുക ദൈവം നമ്മളുടെ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട്. നമ്മുടെ സമയത്തല്ല ദൈവം ചെയ്യുന്നത്, ദൈവത്തിന്റെ സമയത്താണ് ചെയ്യുന്നത്. നമ്മൾ ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? നാം ഈ സഹിഷ്ണുതയുടെ പാഠം പഠിക്കാനായിട്ട് ഇടയായിത്തീരും. നാം നമ്മളിൽ തന്നെ ഊന്നുന്ന, നമ്മളിൽ തന്നെ ആശ്രയിക്കുന്ന ആ തലത്തിൽ നമ്മൾ മാറിയിട്ട് ദൈവത്തിന്റെ കൃപയിലും ദൈവത്തിന്റെ ശക്തിയിലും ദൈവത്തിന്റെ ജീവനിലും നമ്മൾ ആശ്രയിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ദൈവം കാത്തിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ശക്തി ക്ഷയിക്കുന്നതാണ്. അപ്പൊ കൃപ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഈ പ്രതികൂലങ്ങളുടെ സ്ഥാനത്ത് കൃപയാണ് നമ്മളെ താങ്ങി നിർത്തുന്നത്, നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ കൃപയില് ആശ്രയിക്കുന്ന ഒരു കാര്യം അവിടെ ചെയ്യുന്നു. പണ്ടൊരു ഉദാഹരണം കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഒരാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഇങ്ങനെ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ മുമ്പിൽ വലിയൊരു കല്ല്. അപ്പം പുള്ളി പ്രാർത്ഥിച്ച ആ കല്ല് നീക്കണമെന്നാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാൻ കല്ല് നീക്കാൻ പോകുന്നില്ല, ഞാൻ വെള്ളത്തിന്റെ നിരപ്പ് ഉയർത്തിത്തരാം. ആ കല്ലിന് മീതെ വെള്ളം ഉയർന്നു കഴിയുമ്പോൾ നിനക്കത് കടക്കാൻ കഴിയും. പലപ്പോഴും നമ്മള് ദൈവകൃപ എന്ന് പറഞ്ഞാൽ അതാ. ആ കല്ല് അവിടെ തന്നെ ഉണ്ടാവും, കൃപ നമ്മളെ അതിന് മീതെ കൂടെ കടന്നു പോകാനായിട്ട് സഹായിക്കും. പ്രശ്നങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. നാം കൃപയിൽ നിൽക്കുന്നിടത്തോളം കാലം ഈ പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കത്തില്ല, നമുക്ക് ഫീൽ ചെയ്യത്തില്ല, ഭാരമായിട്ട് തോന്നത്തില്ല. ഇപ്പം പലപ്പോഴും നമ്മുടെ ചിന്താമണ്ഡലത്തെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാരമുള്ള കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഈ കൃപയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ സാഗ്രർ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാറ്, ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ കൃപ എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് പൗലോസപ്പോസ്തലനോട് കർത്താവ് പറഞ്ഞ കാര്യം, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. നമ്മൾ ദൈവശക്തിയിൽ ആശ്രയിക്കുന്നിടത്ത് ദൈവമാണ് ഈ പ്രവൃത്തികളെല്ലാം നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പോസ്തലന് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പ്രശംസിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാനല്ല, ഞാൻ എല്ലാവരിലും അധികമായിട്ട് അധ്വാനിച്ചെന്ന് പറഞ്ഞു, ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവത്തിന്റെ കൃപയത്രേ. അതാ സത്യം. നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളിലുള്ള ശക്തി കൊണ്ട് ചെയ്യാൻ കഴിയാത്തതെല്ലാം ദൈവം തന്റെ കൃപയാലാണ് നമ്മളില് സാധിപ്പിച്ചു തരുന്നത്. അതിന്റെ കാരണം ദൈവത്തിലേക്ക് വേണം അതിന്റെ മഹത്വം പോകാൻ, അല്ലെ? ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, തന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കാത്തവൻ. 2 കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടും. രണ്ടാമത്തേത്, തന്റെ മഹത്വം താൻ മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. ദൈവത്തിന്റെ പ്രത്യേകതയാണ്. പക്ഷെ മനുഷ്യൻ എന്നുള്ള നിലയിൽ, വീണുപോയ മനുഷ്യൻ എന്നുള്ള നിലയിൽ ഏത് കാര്യത്തിന്റെയും മഹത്വം നമുക്ക് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായി പോകുമ്പം നമ്മളിൽ തന്നെയാണ് മഹത്വം എടുക്കുന്നത്. നമ്മളെ തലയൊക്കെ ഉയർത്തി പിടിച്ച് ചുറ്റുപാടുള്ളവരെയൊക്കെ നോക്കി, എന്റെ എന്തോ പ്രത്യേകത കൊണ്ട് എന്റെ കുഞ്ഞുങ്ങളൊക്കെ നല്ല നിലയിൽ എത്തി എന്നുള്ളത്, ഇങ്ങനെ നമ്മൾ പലപ്പോഴും നമ്മളിൽ തന്നെ പ്രശംസ എടുക്കാറുണ്ട്. അത് ദൈവത്തിന് വളരെ വെറുപ്പുള്ള ഒരു കാര്യമാണ്.
കാരണം ഇതെല്ലാം ദൈവത്തിന്റെ കൃപയാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. നമ്മൾ ആ സത്യം കണ്ടെത്തുന്നിടത്താണ് നമ്മൾ കൂടുതൽ താഴ്മയിലേക്ക് വരാൻ തുടങ്ങുന്നത്. സാത്താൻ എപ്പോഴും നമ്മളെ വഞ്ചിക്കുമ്പം ഈ താഴ്മയിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയാനാണ് ശ്രമിക്കുന്നത്, നിഗളത്തിലേക്ക് നയിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ സംഭവിക്കുന്ന ഒരു കാര്യം, ദൈവം തന്നെ നമ്മുടെ ശത്രുവായി തീരും. പക്ഷെ താഴ്മയിൽ നിൽക്കുന്നിടത്ത് ദൈവം നമ്മുടെ മിത്രമായി തീരും. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ തന്നെ താഴ്ത്താൻ പറഞ്ഞിരിക്കുന്നു. താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. അപ്പം പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ വഴിയില് പ്രാരംഭ സമയങ്ങളില് നമ്മൾ വിചാരിക്കും, ഞാനാ ഇതൊക്കെ ജയിച്ച്. നമ്മൾ ദൈവത്തിൽ വായിക്കുമ്പം പല ഭാഗത്തും കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഒന്നാമത് റോമർ 5:2 നമ്മൾ വായിച്ചു, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്, നമ്മളെയാണ് ദൈവം ഈ കൃപയിലേക്ക് നടത്തിയ ഒരു കാര്യം. അതുപോലെ തന്നെ 1 പത്രോസ് 1:4 അവിടെ ഇങ്ങനെ പറഞ്ഞിരുന്നത്, ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും. അപ്പൊ നമ്മളെങ്ങനെ കാക്കപ്പെടുന്നത്? ദൈവശക്തിയാലാ കാക്കപ്പെടുന്നത്. നമുക്കൊന്നും പ്രശംസിക്കാനല്ല, നമ്മളെ കാക്കുന്നത് ദൈവമാണ്. അതുപോലെ തന്നെ യൂദയുടെ ലേഖനത്തിൽ 24-ാമത്തെ വാക്യത്തിൽ, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്, അവിടെ വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്നത് നമ്മളല്ല, കർത്താവാ. നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ കഴിയുന്നു. ഫിലിപ്പിയ ലേഖനം 3:2 നമ്മൾ വായിക്കുന്നു, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് നിങ്ങൾ ചെയ്യുന്നത്. ഇച്ഛയും അതുകൊണ്ട് റോമാലേഖനത്തിൽ പറയുന്നത്, ഇച്ഛിക്കുന്നവനാലല്ല ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രയേ സകലവും സാധിക്കുന്നത്. അതുപോലെ റോമാലേഖനം 5-ാം അധ്യായം നമ്മൾ താഴേക്ക് വരുമ്പോൾ അതിന്റെ 17-ാം ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 2-ാം ഭാഗത്തിൽ, എങ്കിലും കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അപ്പൊ ആ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവര് ആ കൃപയുടെയും നീതിദാനത്തിന്റെയും ഉടയവനായ യേശുക്രിസ്തു മുഖാന്തരം ജീവനിൽ വാഴുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ സ്വയം ഒരിക്കലും അംഗീകരിച്ചു തരത്തില്ല. സ്വയം എപ്പോഴും ഇതിനെതിരാണ്. സ്വയം തന്നെ പ്രശംസിക്കുന്നതും തന്നെത്താൻ ഉയർത്തുന്നതും ആ ഒരു തലമാണ് നമ്മുടെ സ്വയത്തിനുള്ളത്. എന്തെങ്കിലും ഒരു ചെറിയ നമ്മളെ താഴ്മയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വിഷമുള്ള ഒരു കാര്യം. സാഗ്രർ ഇങ്ങനെ പലപ്പോഴും പറയാറുണ്ട്, ഒരു വ്യക്തിയെ താഴ്മയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വിഷമമുള്ള ഒരു കാര്യം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത് കാണാനായിട്ട് കഴിയും. ഒരു ചെറിയ കാര്യം മതി നമ്മൾ നിഗളിച്ചു, നമ്മൾ ഉന്നത ചിന്തയും അങ്ങനെ ചിന്തിച്ചു പോകുന്നതോടുകൂടി എന്താ സംഭവിക്കുന്നത്? ദൈവം നമ്മുടെ ശത്രുവായി, കൃപയിൽ നമ്മൾ വീണുപോയി. പിന്നെ നമ്മൾ നിരാശരായി പിന്മാറിപ്പോകുന്നൊരു മനോഭാവം തീരുന്ന കാണാനായിട്ട് കഴിയും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ഞങ്ങൾ ചെറുപ്പത്തിൽ ഈ പുഴയിലൊക്കെ പോകുമ്പം ഒരു മത്സരം നടത്തും വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ. അപ്പം വെള്ളത്തിൽ കല്ലുണ്ട്, കല്ലിലൊക്കെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ശ്വാസം പിടിച്ച് കിടക്കും. പക്ഷേ ഒരു ഇച്ചിരി നേരം കഴിയുമ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ വെള്ളത്തിന് മുകളിലെത്തിപ്പോകും. എത്ര ശ്രമിച്ചാലും ഒരു പരിധിക്കുള്ളിൽ നമുക്ക് കിടക്കാൻ കഴിയത്തില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ താഴ്മയിൽ നിൽക്കുക എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, വളരെ പെട്ടെന്ന് നമ്മൾ ഉന്നത ചിന്തയും മറ്റൊരാളായിട്ട് നമ്മളെ തന്നെ താരതമ്യപ്പെടുത്തി നിന്നേക്കാൾ കേവലം ഞാനാണെന്നുള്ള ഒരു ചിന്തയൊക്കെ വന്ന് ദൈവത്തിന്റെ ശത്രുവായി പോകുന്ന നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നന്മ ചെയ്യുമ്പം അത് നമ്മുടെ എന്തോ നന്മ കൊണ്ടാണെന്ന് നമ്മൾ ചിന്തിച്ച് നിഗളിച്ചു പോകുന്നത് കാണാൻ കഴിയും. എല്ലാ തലങ്ങളിലും ഇതൊരു വലിയ പോരാട്ടമാണെന്ന് ഞാൻ കാണാറുണ്ട് എൻ്റെ ഉള്ളിൽ. ഈ താഴ്മയിൽ നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനം. അതുകൊണ്ടാണ് പൗലോസപ്പോസ്തലനോടുള്ള ബന്ധത്തില് കർത്താവ് അവന് ആ ശൂലം കൊടുത്തത്. അത് മാറാൻ അപേക്ഷിച്ചും പറഞ്ഞത്, മാറണ്ട, അവിടെ ഇരുന്നോട്ട്, ഞാൻ നിനക്ക് കൃപ തരാം, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പൊ നമ്മുടെ ഉള്ളില് പൗലോസപ്പോസ്തലനെ കുറിച്ച് അവിടെ പറഞ്ഞു, ഞാൻ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്. ഈ ദൈവജനത്തെ കുറിച്ചുള്ള ഒരു പ്രകാശനം നമുക്ക് കിട്ടി കഴിയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം വരുന്ന പരീക്ഷ നിഗളിക്കാനുള്ളതാണ്, നമ്മളെ തന്നെ ഉയർത്താനുള്ള പരീക്ഷയാണ്. പക്ഷെ താഴ്മയിൽ നിൽക്കാനായിട്ട് ദൈവം പലപ്പോഴും നമ്മുടെ ഈ കഷ്ടതയുടെ വഴിയിലൂടെ, ഞെരുക്കത്തിലൂടെ, പീഡകളിലൂടെ, അപമാനത്തിലൂടെ, അവിടെ 2 കൊരിന്ത്യയിൽ അപ്പോസ്തലൻ പറയുമ്പം 2 കൊരിന്ത്യർ 12-ാമത്തെ 2 കൊരിന്ത്യർ 12-ാമത്തെ 12 അധ്യായത്തില് 12 കൊരിന്ത്യർ 12 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 13-ാമത്തെ അധ്യായത്തില്
ഈ താഴ്മയിൽ നിൽക്കാൻ, അല്ലെങ്കിൽ ദൈവശക്തി തന്നെ താമസിക്കേണ്ടതിന് 12-ാം അധ്യായത്തിലാണത്. അതിന്റെ 9 വാക്യങ്ങളിൽ അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകും. അപ്പൊ നമ്മൾ ഈ സത്യം കണ്ടെത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബലഹീനതയും കയ്യേറ്റവും ബുദ്ധിമുട്ടും ഉപദ്രവവും ഞെരുക്കവും ഒക്കെ സഹിക്കാൻ നമ്മളും ഇഷ്ടപ്പെടാൻ തുടങ്ങും. അതിന്റെ കാരണം എന്താ? ദൈവശക്തി എൻ്റെ മേലെ ആവസിക്കണം. ഈ ഒരു വഴിയിലാണ് ദൈവശക്തി ഒരു വ്യക്തിയുടെ മേലെ ആവസിക്കുന്നത്. അതുകൊണ്ട് അവിടെ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നെന്ന് പറഞ്ഞു. കാരണം ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവശക്തിയുടെ ആധിക്യം ഞാൻ അനുഭവിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. ആ ദൈവശക്തി എൻ്റെ മേലെ വസിക്കാൻ ഇടയായിത്തീരുന്ന അന്നേരമാണ്. അപ്പൊ ഞാൻ കഷ്ടങ്ങളെ ഒഴിവാക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, എനിക്ക് ദൈവശക്തി നഷ്ടപ്പെടാനായിട്ട് തുടങ്ങും, ദൈവകൃപ നഷ്ടപ്പെടാനായിട്ട് തുടങ്ങും. ഇപ്പം ഈ തീക്കകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിറകുപുള്ളി പോലെ നമ്മള് കൃപയിൽ നിൽക്കുമ്പോൾ, കൃപ നഷ്ടപ്പെടുമ്പം ആ തീയിൽ നിന്ന് പുറത്തെടുത്തൊരു കൊള്ളി പോലെയാണ്. കുറച്ച് കരിയും കുറച്ച് പുകയും ഒക്കെ ഉണ്ടാവുള്ളൂ. അന്നേരം നമുക്ക് പണ്ടത്തെ കാര്യത്തെക്കുറിച്ച് പലപ്പോഴും പലതും പ്രശംസിക്കാൻ കാണാം, പണ്ടത്തെ. പക്ഷെ നമ്മൾ ഇന്നും കൃപയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ കൃപയിൽ നിരന്തരമായിട്ട് നിലനിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നമുക്ക് ലഭിച്ച കൃപ വ്യർത്ഥമായി പോകാൻ ഇടയാകരുത്. ഈ ദിവസം നമ്മളത് വായിക്കുന്നുണ്ട്. കൃപ നമ്മളെ ശിക്ഷിച്ച് വളർത്തുന്ന ഒരു പ്രക്രിയയാണ് ചെയ്യുന്നത്. നിരന്തരമായിട്ട് ഈ താഴ്മയുടെ വഴിയില്, തകർച്ചയുടെ വഴിയില്, തുടർന്ന് 5-ാം അധ്യായത്തിലെ വാക്യം നമ്മൾ വായിക്കുന്ന 11-ാമത്തെ വാക്യത്തിൽ അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും, അത്രയുമല്ല നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന കാണാമല്ലോ, നമുക്ക് നമ്മളിൽ തന്നെ പ്രശംസിക്കാനുള്ള ഒരു പരീക്ഷ അല്ലെ. നമുക്കിപ്പം 2-3-4 സഹോദരന്മാരൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അവർക്കെല്ലാം കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു നല്ല നിലയിൽ പോവാതിരിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല നിലയിൽ പോവുകയും ചെയ്യുമ്പോൾ നമുക്ക് അറിയാതെ ഒരു പ്രശംസ വരും. അല്ല, ചർച്ചിനുള്ളിലുള്ള സഹോദരന്മാരുള്ള ബന്ധത്തിൽ അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വഴിപിഴച്ചു പോവുകയോ തെറ്റിപ്പോവുകയോ ചെയ്യും. നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിലല്ല പ്രശംസിക്കാറില്ല, പലപ്പോഴും നമ്മളിൽ തന്നെ പ്രശംസിക്കാറുണ്ട്. അപ്പൊ നമ്മളെ ഈ നിഗളത്തിന്റെ തലത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് പലപ്പോഴും പരാജയപ്പെടാനായിട്ട് ദൈവം അനുവദിക്കാറുണ്ട്. യസാക്ലോർ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞ കാര്യം. കാരണം വരാൻ പോകുന്ന പെന്തക്കോസ്ത് നാളില് അവൻ നിഗളിക്കാൻ ഇടയുണ്ട്. ഒരു പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെട്ടു. പക്ഷെ അതിനു മുമ്പ് സംഭവിച്ചൊരു കാര്യം, അവൻ വീണുപോയി. മറ്റേ ശിഷ്യന്മാരെക്കാളൊക്കെ ആഴത്തിൽ വീണ് തന്നെയുള്ള ശക്തി നഷ്ടപ്പെട്ട്. ഇവിടെ പത്രോസിനോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു ഭാഗത്ത്, നീ ഒരു വട്ടം തിരിഞ്ഞു വന്ന ശേഷം സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുവീൻ. നമ്മളെ ദൈവം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ തകർച്ചയുടെ വഴിയിലൂടെ കടത്തിവിടണം. അതിനു വേണ്ടിയിട്ടായിരിക്കും പലപ്പോഴും നമ്മളെക്കുറിച്ച് പലരും അപവാദം പറയാനായിട്ട് ദൈവം അനുവദിക്കും, നമ്മളെക്കുറിച്ച് തിന്മ പറയാനായിട്ട് അനുവദിക്കും. കർത്താവ് പറഞ്ഞില്ല മത്തായി സുവിശേഷത്തില്, നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ സന്തോഷിച്ച് തുള്ളി ചാടുവീൻ. നമ്മൾ ആ തലം നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മളെക്കുറിച്ച് നന്മ പറയുമ്പോൾ നമ്മൾ സന്തോഷിച്ച് തുള്ളിച്ചാടും. പക്ഷെ നമ്മളെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുമ്പോഴും അതിനെ ന്യായീകരിക്കാനും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറയാനും വാദിക്കാനും തർക്കിക്കാനൊക്കെ പോകുന്നിടത്ത് ദൈവകൃപ നമുക്ക് നഷ്ടപ്പെടും. കാരണം ഈ ഒരു ഞെരുക്കത്തിന്റെയും അവമാനത്തിന്റെയും തകർച്ചയുടെയും വഴിയിലൂടെയാണ് ദൈവശക്തി നമ്മളിൽ നിലനിൽക്കാൻ ഇടയായിത്തീരുന്നത്. ആ ശക്തിയാണ് നമ്മളെ നിത്യത വരെ എത്തിക്കുന്ന ഒരു കാര്യം. നമ്മുടെ ഈ കുടുംബജീവിതത്തിൽ തന്നെ നമ്മളിത് പ്രായോഗികമായിട്ട് അനുഭവിച്ചു തുടങ്ങുന്നത്. ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ, മാതാപിതാക്കളും മക്കളുമായുള്ള ബന്ധത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു പരീക്ഷകളെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. കുറ്റപ്പെടുത്തപ്പെടുമ്പം, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോയിട്ട് വന്നപ്പം ഞാൻ സഹോദരി ബാഗൊക്കെ പരിശോധിച്ചിട്ട് ഞാൻ കൊണ്ടുപോയ ഒരു സാധനം കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇനിയും ഇങ്ങനത്തെ ഒന്നും നിങ്ങൾക്ക് ഞാൻ തന്നുവിടുക എന്ന് പറഞ്ഞു.
അപ്പൊ എന്റെ ചിന്തയിൽ ഞാനത് കൊണ്ടുവന്നു എന്റെ ചിന്ത. അപ്പൊ കുറച്ച് കഴിയുമ്പോ സഹോദരി, അയ്യോ നിങ്ങൾ ഇത് കൊണ്ടുവന്നിട്ടത് ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ പറഞ്ഞപ്പോ എന്റെ ഉള്ളിൽ വരുന്ന ഉയർച്ചകളെയാണ് ഞാൻ കണ്ടത്. ഇനി ഒന്നും തന്നുവിടുക എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു അസ്വസ്ഥതയും, പക്ഷെ ദൈവം കൃപ ചെയ്തുകൊണ്ട് ഒന്നും ബാക്കിയായിട്ടൊന്നും മറുപടി ഒന്നും ഞാൻ പറയാണ്ടിരിക്കും. ദൈവം കൃപ ചെയ്തു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഓരോ പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ, കുറ്റപ്പെടുത്തപ്പെടുമ്പോ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന ഉയർച്ചകളെ നമുക്ക് കാണാൻ കഴിയുന്നു. ശുദ്ധീകരണമില്ലാത്ത തലങ്ങള്, ഒരു കയ്പ്, അസ്വസ്ഥത, നമ്മളെ തന്നെ ന്യായീകരിക്കാനുള്ള ഒരു ആഗ്രഹം, അത് നമ്മൾ ഇന്നും നമ്മളിൽ തന്നെ ശക്തരാണെന്ന് കാണിക്കുന്ന ഒരു കാര്യം. ഒരു തകർന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും ആ നിലയിൽ പ്രതികരിക്കത്തില്ല. അവന്റെ ഉള്ളിൽ ന്യായീകരണം ഉണ്ടാകത്തില്ല. അപ്പൊ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെയുള്ള ചെറിയ 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 കാര്യങ്ങളിലൂടെയാണ് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ദൈവം നമ്മളെ കാണിച്ചു തരുന്നത്. നമ്മൾ പലപ്പോഴും വലിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കാം, പക്ഷെ ചെറിയ കാര്യങ്ങളിലും കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ചെറിയ കൽപ്പനകളിലൊന്ന് അത് അഴിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനായിരിക്കും. ഏറ്റവും ചെറിയൊരു കൽപ്പന അഴിച്ചിട്ട് അങ്ങനെ പഠിപ്പിച്ചാൽ അവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനായിരിക്കുമെന്ന്. അതുകൊണ്ടാണ് മത്തായി 28:20 നമ്മൾ വായിക്കുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം പ്രമാണിക്കണം. വേർപാട് കർത്താവ് പറഞ്ഞ, അല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തന, അല്പത്തിൽ അവിശ്വസ്തനായവൻ അധികത്തിലും അവിശ്വസ്തന. നമ്മൾ ദിനംപ്രതി ഇങ്ങനെയുള്ള പരീക്ഷകൾ ദൈവം നമുക്ക് നൽകാറുണ്ട്. നമുക്കത് കാണാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും ആ പരീക്ഷകൾ നമുക്ക് കാണാൻ പോലും കഴിയുന്നില്ല. അവിടെ നമ്മളെ തന്നെ ആ പരീക്ഷയുടെ മുമ്പിൽ വചനമാകുന്ന കണ്ണാടിയിൽ കണ്ട്, എവിടെയാണ് എനിക്ക് ശുദ്ധീകരണം വരേണ്ടത്? ഞാൻ ഇന്നും ജീവനുള്ളവനാണോ മരിച്ചവനാണോ? സാഗ്നൂർ പറയുന്ന ഒരു ഉദാഹരണം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. ഒരു മരിച്ച മനുഷ്യനെ, അവനെ നമ്മൾ കുറ്റം പറഞ്ഞാലും പ്രതികരിക്കുകയില്ല, അവനെ കുറിച്ച് നല്ലത് പറഞ്ഞാലും പ്രതികരിക്കുകയില്ല. മരിച്ചവന്റെ ലക്ഷണം അതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ആന്തരികമായിട്ട് ഈ ഒരു ദർശനം കിട്ടി നമ്മളെ തന്നെ മരണത്തിന് ഏൽപ്പിക്കുന്നിടത്ത് മാത്രമേ നമുക്ക് താഴ്മയിൽ നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മളെ തന്നെ നിഷേധിക്കുന്നിടത്ത്, നമ്മളെ തന്നെ ത്യജിക്കുന്നിടത്ത്, നമ്മളെ ന്യായീകരിക്കാതിരിക്കുന്നിടത്ത്, നീതീകരിക്കാതിരിക്കുന്നിടത്ത്, മനുഷ്യന്റെ പ്രശംസ ആഗ്രഹിക്കാതിരിക്കുന്നിടത്ത്, ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കാനും ദൈവത്താൽ പ്രശംസിക്കപ്പെടാനുമുള്ള ഒരു ആഗ്രഹമാണ് നമുക്ക് ഇപ്പോഴും ആവശ്യം. ദൈവമുമ്പാകെ ജീവിക്കുന്ന ഒരു മനോഭാവം. സഹോദരന്മാരെ, ഈ സത്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളുടെ ആഴങ്ങളിൽ ആഴ്ന്നിറങ്ങാനായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഇവിടെ ഞാൻ കണ്ടെത്തിയൊരു കാര്യം പറയാം. നമുക്ക് ലഭിച്ച ബോധ്യങ്ങളെ നമ്മൾ അനുസരിക്കുന്നതിന് അനന്തരഫലമായിട്ട് നമുക്ക് മുന്നോട്ടൊരു വളർച്ച ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ദൈവം എപ്പോഴും ചെയ്യുന്നൊരു കാര്യം, മുമ്പിൽ ഒരു ചുവട് വെക്കാനുള്ള ഇടയാ കാണിക്കുന്നത്, അടുത്തതായിട്ട് അനുസരിക്കേണ്ട കാര്യമാണ്. നമ്മളത് അനുസരിക്കാതെ കൂടുതൽ പടികളെ കുറിച്ച് അറിയാൻ ശ്രമിച്ചാൽ ദൈവം ഒരിക്കലും നമുക്ക് കാണിച്ചു തരത്തില്ല. അതുകൊണ്ട് പഴയ ഭക്തന്മാർ ഇങ്ങനെ പാടി, മുമ്പിലൊരു ചുവട് വെപ്പാൻ മാത്രം ഇട കാണുന്നു ഞാൻ. അപ്പൊ നമ്മളെ ചുവട് വെപ്പാൻ ദൈവം കാണിച്ച ആ ഒരു ഇടയിൽ നമ്മൾ ചുവട് വെക്കുന്നിടത്താണ് അടുത്ത സ്റ്റെപ്പ് വെക്കാനുള്ള ദൈവം നമുക്ക് കാണിച്ചു തരുന്നത്. അല്ലെ, വേണമെങ്കിൽ ഇങ്ങനെ പറയാം, അനുസരിക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുന്നിടത്ത് ദൈവം അടുത്ത സ്റ്റെപ്പ് നമുക്ക് കാണിച്ചു തരത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒന്നിച്ചു കൂടി ഞാൻ സഹോദരന്മാരുടെ ബന്ധത്തിൽ പറയായിരുന്നു, നമ്മൾ വിവാഹിതരായിട്ട് ഒത്തിരി വർഷങ്ങളായവരാ മിക്കവാറും പേര്. പക്ഷെ ഒരു കൽപ്പനയുണ്ടല്ലോ അവിടെ, വിവാഹ ജീവിതത്തിലുള്ള ബന്ധത്തിൽ ഭർത്താവിന് കൊടുത്തിരിക്കുന്ന ഒരു കൽപ്പന, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിന് അവരോട് കയ്പായിരിക്കരുത്. നമ്മൾ അതനുസരിക്കുന്നത് എന്തുമാത്രം വിശ്വസ്തരാണ്. അപ്പൊ അത് അനുസരിക്കുമ്പോഴേ അടുത്ത പടിയിലോട്ട് ദൈവം നമ്മളെ നടത്തത്തുള്ളൂ. നമ്മളതിനെ അവഗണിച്ചിട്ട് ദൈവത്തെ അറിയാനും ദൈവനെ ഗ്രഹിക്കാനും ശ്രമിച്ചാൽ അസാധ്യമാണ്. ദൈവം നമുക്കങ്ങനെ വെളിപ്പെടുത്തി തരത്തില്ല. പക്ഷെ നമുക്ക് ആ ബോധ്യം വന്ന ഒരു കാര്യത്തിൽ നമ്മൾ അനുസരിക്കുന്നിടത്താണ് ദൈവം അടുത്ത പടി കാണിച്ചു തരുന്നത്. അനുസരിക്കാന്ന് പറയുമ്പോൾ തന്നെ ആ ദൈവത്തിന്റെ ശക്തിയാലേ നമുക്ക് കഴിയത്തുള്ളൂ. താഴ്മയുടെ വഴി നമ്മൾ നടക്കുന്നിടത്താണ് ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ അധിവസിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രായോഗികമായിട്ട് ക്രിസ്തീയത്തിൽ എടുക്കാൻ സഹോദരന്മാരെ തീരുമാനം എടുക്കാൻ നമുക്ക് ഇന്ന കാര്യം. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാറുണ്ടല്ലോ. ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ ഭർത്താവിനുള്ള ആദ്യത്തെ കൽപ്പനയാത്, ഞാനത് അനുസരിക്കും. ഭാര്യ എന്താന്നുള്ളത് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല.
ഇങ്ങോട്ടുള്ള പ്രതികരണങ്ങളെ ശോധന ചെയ്യാനോട് പറഞ്ഞിട്ടുമില്ല. എന്നോട് നമ്മൾ കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, യജമാനൻ വരുമ്പോൾ യജമാനൻ കൽപ്പിച്ചത് ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവനോട് എന്ത് ചെയ്യാൻ പറഞ്ഞു, അവനത് ചെയ്തിട്ടുണ്ടല്ലോ അവൻ ഭാഗ്യവാനാണ്. നമ്മളോടുള്ള ബന്ധത്തിലും നമുക്കങ്ങനെ സ്റ്റെപ്പുകൾ വെക്കാനായിട്ട് തുടങ്ങാം. പ്രായോഗികമായിട്ട് ഈ കേൾക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാനുള്ള ഒരു പോരാട്ടത്തിലായിരിക്കാം. അവിടെയാണ് നമ്മൾ ദൈവകൃപയുടെ ആവശ്യവും ദൈവശക്തിയുടെ ആവശ്യവും കണ്ടെത്തുന്നത്. അവിടെയാണ് നമ്മൾ ആത്മാവിന് വേണ്ടിയിട്ട് നിലവിളിക്കാൻ തുടങ്ങുന്നത്. കർത്താവ് എന്നെ കൊണ്ട് കഴിയുന്നില്ല, എന്നെ സഹായിക്കണം, നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം. ഈ മീറ്റിങ്ങുകളിലെല്ലാം ഇപ്പൊ സാഗ്ബർ അവസാന സമയത്ത് ഉള്ള മിക്കവാറും മീറ്റിങ്ങുകൾ പറയുന്ന എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, ദിനം പ്രതി നമ്മൾ ആത്മാവിനാൽ നിറയപ്പെടേണ്ട ആവശ്യമുണ്ട്. ഇന്ന് ജീവിക്കണമെങ്കിൽ ഇന്ന് നമുക്ക് നിറവ് വേണം. ഇന്നത്തെ നിറവ് കൊണ്ട് നമുക്ക് നാളെ ജീവിക്കാൻ പറ്റത്തില്ല. നാളെ ജീവിക്കണതിലും അതേ നിറവ് നമുക്ക് ആവശ്യമുണ്ട്. ആ ഒരു ആവശ്യബോധം നമുക്കുണ്ടോ? നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. നമ്മളതുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, പിള്ളേരൊക്കെ മിഠായി കിട്ടാൻ വേണ്ടി ശാഠ്യം പിടിക്കാറുണ്ട്. അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും, വീണ്ടും 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 എപ്പം കണ്ടാലും ചോദിക്കും. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് എപ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ ഈ ആത്മനിറവിന് വേണ്ടിയിട്ട് കർത്താവിനോട് ചോദിക്കാം, കർത്താവ് നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം. ആത്മാവിനാൽ നിറയുമ്പം പ്രാഥമികമായിട്ട് നമുക്ക് ലഭിക്കുന്ന കാര്യം എന്താന്ന് ചോദിച്ചാൽ ദൈവവചനത്തിന്റെ പ്രകാശനമാണ് ലഭിക്കുന്നത്. നമ്മൾ അനുസരിക്കേണ്ടിയ വചനത്തെക്കുറിച്ചുള്ള പ്രകാശനം, ആന്തരിക പ്രകാശനം നമുക്ക് കിട്ടും. ആ കൂട്ടത്തിൽ ശക്തിയും കൂടെ ഉണ്ട്. പ്രകാശനം മാത്രമല്ല, ഒരു ശക്തിയും കൊണ്ടുണ്ട്. ആ ശക്തിയാണ് നമ്മളെ അനുസരിക്കാനായിട്ട് സഹായിക്കുന്നത്. നമുക്ക് ഈ ദിവസങ്ങളായിട്ട് ദൈവാത്മാവിന്റെ നിറവിന് വേണ്ടി നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കാം. പുറമേ അല്ല, നമ്മളോട് പറയുന്നുണ്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചും. ആത്മാവിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് എപ്പോഴും ഒരു നിലവിളി ഉയരട്ടെ, കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണം. ആ ഒരു നിലവിളിയോടെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കർത്താവിനെ അന്വേഷിക്കാം. ആത്മാവിന്റെ വരവ്, നിറവ് നമ്മളെ വ്യത്യസ്തരാക്കി തീർക്കും. ആകപ്പാടെ ആള് മാറിയവനെ പോലെ നമ്മളെ ആക്കും. പക്ഷെ നമ്മുടെ ശക്തി കൊണ്ട് നമ്മൾ എത്ര ശ്രമിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. ആത്മാവിന്റെ നിറവാണ് നമ്മളെ വ്യത്യസ്തരാക്കി തീർക്കുന്നത്, മുന്നോട്ട് നടത്തുന്നത്. അതുകൊണ്ട് ആ നിലയിൽ നമുക്ക് ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തിന്റെ വചനത്തെ അന്വേഷിക്കുകയും ചെയ്യുക. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അടിയങ്ങളെ ഹൃദയാങ്കിലേക്ക് ഉയർത്തുന്നു. ജീവൻ നൽകുന്നത് അങ്ങാണുള്ള കർത്താവേ. ആത്മാവിന്റെ നിറവിനാലും ജീവനാലും അടിയങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരന്തരമായ ആവശ്യബോധത്തിൽ ജീവിക്കാൻ അടിയങ്ങളെ സഹായിക്കണം കർത്താവ്. യാക്കോബ് പ്രാർത്ഥിച്ചതുപോലെ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല എന്ന് പ്രാർത്ഥിച്ചതുപോലെ കർത്താവ് നിന്റെ ആത്മാവിനാൽ നിറച്ചിട്ടല്ലാതെ ഞാൻ പിന്മാറുകയില്ലെന്നുള്ളൊരു നിലവിളിയുമായിട്ട് അവിടുത്തെ മുഖത്തെ നിരന്തരം അന്വേഷിപ്പാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ.